അന്നേരം വിഷ്ണുമായയുടെ ഇതിപ്പോ ഞാൻ പറയുന്നുണ്ട്, ബിഗ് ബോസിനകത്ത് സാത്താ സേവയുണ്ട്. അവക്ക് പിടിച്ചു നിൽക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്നോ. ഈ അവളുടെ കയ്യിരുന്ന് വെച്ച പാവയില് ശക്തിവത്തായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്ഷേത്രാന്തരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വിഗ്രഹത്തെ തൊടാനായിട്ട് ആരെങ്കിലും സമ്മതിക്കും? ആഭിചാരപരമായിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ ഇവിടുന്ന് മാറ്റാറുണ്ട്. നമ്മൾ ആഭിചാരപരമായിട്ടുള്ള താകീടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കയ്യിലിരിക്കുന്ന പാവ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇണക്കിയെടുത്തതായിട്ടുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഒരു ഇഷ്ടം പോലെ അവസാനം ഞങ്ങൾ തുണിയൊക്കെ വെച്ച് തയ്ച്ചതാ അത്. അന്നേരം അനുമോള് ഈ പാവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ അനുമോൾക്ക് വന്നിരിക്കുന്ന കയ്യിലിരിക്കുന്ന പാവക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതിൽ വാസ്തവമല്ലേ? എല്ലാവരും എന്നെ വിളിച്ച്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും മറ്റ് ചാനലുകളിൽ ഞാൻ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞത് ഫേക്ക് ആണെന്നാണ് പറഞ്ഞത്. അന്നേരം ഇതേപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രോളന്മാരുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ട്രോള് ചെയ്യുക എന്നുള്ളതാണ്. അത് അനുഭവങ്ങളാണ് ശരിക്കും പാഠങ്ങളായിട്ട് വരുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ട്രോൾ ചെയ്യണത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ അവർ ട്രോളിങ് നിർത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാസ്തവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഇതിപ്പോ ഇങ്ങനെ ഒരു പാവയിൽ ഇങ്ങനെ ഒരു കൂടോത്രം ചെയ്യാനായിട്ട് പറ്റും? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇപ്പൊ ഇവിടെ ഈ വിഷ്ണുമായ സ്വാമി എന്നെ ഞാൻ ഉപാസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 24 കൊല്ലം ഇവിടെ മൂർത്തി ഭാവങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് 5 കൊല്ലത്തോളമായി. മൂർത്തികളിലെ, അതായത് വിഗ്രഹങ്ങളിലേക്ക് വന്നിട്ട് 5 കൊല്ലത്തോളമായി. അങ്ങനെ വർഷങ്ങൾ നമ്മൾ പഠിച്ചതും പല പാട്ടിൽ പഠിച്ചതുമായിട്ടുള്ള പല വിഷയങ്ങളിൽ ഓരോരുത്തരെ കൊണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇത് ആഭിചാരപരമായിട്ടുള്ള തകിട് എഴുതി കൊടുക്കുകയും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അന്നേരം വിഷ്ണുമായയുടെ ഇതിപ്പോ ഞാൻ പറയുന്നുണ്ട്, ബിഗ് ബോസിനകത്ത് സാത്താ സേവയുണ്ട്. അനുമോൾക്ക് സാത്താ സേവ എന്നല്ല, ബിഗ് ബോസിനകത്ത് ഞാൻ സാത്താ സേവ ഉണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ പറയാൻ പറ്റും? അത് അതിന്റെ ഇലുമിനാറ്റി ശരിക്കും അത് തന്നെയാണ് അതിന്റെ എംബ്ലവും കാര്യങ്ങളും, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ ലെവൽ. അതിനകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടൊരു ശക്തി വേണം. അനുമോള് കൂടോത്രം ചെയ്തതെന്നല്ല പറഞ്ഞ, അവക്ക് പിടിച്ചു നിൽക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഏകദേശം 100 ദിവസം 5 പേര് പിടിച്ചു നിന്നിട്ടുണ്ട്, അല്ല 7 പേരടക്കം പിടിച്ചു നിന്നിട്ടുണ്ട്. അതില് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും കഴിവുള്ളവൻ എന്താണ് ഇപ്പൊ അതിനകത്ത് തന്നെ കാണുന്നില്ലേ, വോട്ടിങ് തന്നെ മോഹൻലാൽ വോട്ടിങ് ഫുള്ളായിട്ട് പോകുന്ന മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് വിജയിനെ പൊക്കി. അന്നേരം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ് ശരിക്കും മറ്റേ പയ്യനായിരുന്നു, അനീഷായിരുന്നു ശരിക്കും ജയിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ പുറത്ത് പല കാര്യങ്ങളിലും കാശ് കൊടുത്തൊക്കെ ചെയ്യുന്നതായിട്ടുള്ള പരിപാടിയുണ്ട്. കാശ് കൊടുത്ത് എന്ത് കാര്യവും ചെയ്യാം, വോട്ടിങ്ങും ചെയ്യാം. ഇതേപോലെയുള്ള ശക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ആഭിചാരപരമായിട്ട് നമുക്ക് പവർ ഉണ്ടാക്കാം. ഇപ്പൊ ഒരു മൂർത്തി ഭാവം അവള് കരിങ്കുട്ടിക്കാവിലും വിഷ്ണുമായ സ്വാമിയുടെ മഠത്തിലൊക്കെ പോകുന്നതായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും, ഇത് ശക്തി ഉണ്ടെന്ന് ശരിയാണ്. അവൾക്ക് സാത്താ സേവ ഉണ്ടെന്നല്ല, അവക്ക് ഈ പാവയില് പ്രത്യേകത ഉണ്ടെന്നാ പറഞ്ഞത്. ഈ അവളുടെ കയ്യിരുന്ന് വെച്ച പാവയില് ശക്തിവത്തായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു സാമ്പിള് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ അന്നേരം ആ പാവനെ കുറിച്ച് നമ്മൾ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അവള് ജയിച്ചോ, അതാണ് അതിനകത്തുള്ള കേസ്. അനുമോള് ജയിച്ചു. അപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ പാവ കൊണ്ടുപോയിട്ട് എല്ലാരോടും മന്ത്രം ചൊല്ലുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ദേഹത്തെടുത്ത് എറിയുന്നത്, ആ സമയത്ത് പലരും പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഈ പാവ തൊട്ടവരെല്ലാം എവിക്റ്റായി പോവുകയാണ് എന്നാണ്. അങ്ങനെ അതിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ക്ഷേത്രാന്തരീക്ഷം, ഒരു ക്ഷേത്രാന്തരീക്ഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വിഗ്രഹത്തെ തൊടാനായിട്ട് ആരെങ്കിലും സമ്മതിക്കും? അവിടുത്തെ പൂജാരിമാര് സമ്മതിക്കും? അതെന്താ? അതിനൊരു പവറുണ്ട്. ആ പവറ് ശരിക്കും മറ്റുള്ളവർ തൊട്ട് അശുദ്ധി വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അത് മന്ത്രദീക്ഷയിൽപ്പെട്ടത്, തന്ത്രദീക്ഷയിൽപ്പെട്ട കല്ലേല് മൂർത്തിഭാവം ഉള്ളതൊക്കെ നമുക്ക് തൊടാം. അന്നേരം ഈ
കരിങ്കുട്ടിക്കാവ് പവർഫുള്ളാണ്. വിഷ്ണുമായ ഇവിടെ വിഷ്ണുമായ, കരിങ്കുട്ടി, കരിങ്കാളി, വീരഭദ്രൻ, കരിനീലി എല്ലാ മൂർത്തികളും ഇപ്പൊ 8 മൂർത്തികളുണ്ട് ഇവിടെ. 8 മൂർത്തികളെ ഞാൻ ഒറ്റ ഉപാസന, ഞാൻ ഇത്ര വർഷങ്ങളുണ്ട്, മൊത്തം 12 മൂർത്തികളാണ് വരുന്നത് ഇവിടെ. എന്നാൽ ഈ 12 മൂർത്തികളും നമ്മൾ ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും. ഇവിടെ അധികം പൂജാതി കർമ്മങ്ങളൊന്നുമില്ല. ഇവിടെ തന്ത്ര, നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇതുണ്ടാവും. പിന്നെ ആഭിചാരപരമായിട്ടുള്ള വിഷയങ്ങൾ, ആഭിചാരപരമായിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ ഇവിടുന്ന് മാറ്റാറുണ്ട്. നമ്മൾ ആഭിചാരപരമായിട്ടുള്ള താകീടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ തന്ത്രസ്ഥാനം വരെ ശക്തി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൈ കൊടുക്കാറുണ്ട്. അവർക്ക് ഉയർച്ച ഉണ്ടാകാനും അവരുടെ കാര്യസാധ്യം ചെയ്യാനുള്ള അതേപോലെയുള്ള തകിടുകൾ ആ പാവയുടെ അകത്തുണ്ടെങ്കിൽ അവള് ജയിക്കും.